വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. തെരച്ചിൽ കാര്യക്ഷമമല്ലെന്നും സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ ജോണിന്റെ കുടുംബവും മത്സ്യത്തൊഴിലാളികളും കടുത്ത അതൃപ്തിയിലാണ്. മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സുനിഷ അയലൂർ ചേരുന്നുണ്ട്. സുനിഷ, കുടുംബത്തിൽ ജോണിന്റെ മകളുടെ അടക്കം വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളമായി. ഇന്നുപോലും മന്ത്രിമാർ അവരെ ബന്ധപ്പെട്ടില്ല എന്ന് പറയേണ്ട അവസ്ഥയിലാണ് ആ കുടുംബം. ഇത്ര ദിവസമായിട്ടും ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് പ്രതിഷേധിക്കേണ്ട അവസ്ഥയിലാണ് ആ കുടുംബം. തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണോ? എന്താണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിന്റെ പ്രതിഷേധം? ഇക്കഴിഞ്ഞ 31-ാം തീയതിയാണ് വിഴിഞ്ഞം സ്വദേശിയായ ജോണും കൂട്ടരുമായി മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്നത്. അന്ന് പുലർച്ചെയാണ് പ്രതികൂല കാലാവസ്ഥയ്ക്ക് പിന്നാലെ വള്ളം മറിഞ്ഞ് ജോണിനെ കാണാതാവുകയും ചെയ്യുന്നത്. അന്ന് വള്ളത്തിലുണ്ടായിരുന്ന 4 പേർ രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഒരാൾക്കായുള്ള തിരച്ചിൽ അത് കാര്യക്ഷമമായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭവം നടന്ന ഒരാഴ്ച പിന്നിടുകയാണ്. അപ്പോൾ പോലും കൃത്യമായ ഒരു തിരച്ചിൽ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണമായി കുടുംബം ഉന്നയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നറിയിപ്പ് കൃത്യമായി നൽകിയിരുന്നില്ല എന്നുള്ളതായിരുന്നു. അതായത് ഈ കടലിൽ പോയവർക്ക് കൃത്യമായി ഇത്തരത്തിലൊരു പ്രതികൂല കാലാവസ്ഥയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന മുന്നറിയിപ്പ് നൽകിയില്ല എന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികളും കുടുംബവും ആരോപിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കൃത്യമായ തിരച്ചിൽ അത് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് തൊട്ടടുത്ത ദിവസമാണ് ഈ കൂടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടേതായ രീതിയിൽ അടക്കം തിരച്ചിൽ നടത്തുന്നത്. പിന്നാലെ തന്നെ അവരെ കൂടി ഈ കോസ്റ്റൽ പോലീസിന്റെ തിരച്ചിലിന്റെ ഭാഗമാക്കണമെന്നൊരു ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിട്ടും അത് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കാൻ കോസ്റ്റൽ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു 3 ദിവസമൊക്കെ പിന്നിട്ടപ്പോഴാണ് അവരെ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലും കോസ്റ്റൽ പോലീസ് എത്തിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായി കുടുംബം പറഞ്ഞിരുന്നത്. 18 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക് ആണ് ഇവർ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ സഹായം ഈ വിഷയത്തിൽ തേടണമെന്നുള്ളതായിരുന്നു. നേവി അടക്കം എത്തി ഈ തിരച്ചിൽ നടത്തണമെന്നുള്ളൊരു ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ അനുഭാവപൂർണമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം നിരവധി തവണ ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല ആളുകളോടും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. അതായത് കുടുംബം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഇന്ന് കാണാതായിട്ട് 8ാമത്തെ ദിവസമാണ്. അപ്പം ഈ 8ാമത്തെ ദിവസത്തിലല്ല ഇത്രയും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. ഇതൊരു റെസ്ക്യൂ ഓപ്പറേഷനാണ്. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഒരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം. പക്ഷേ ഒരു കടലിലൊരു അപകടം വരുമ്പോഴത്തേക്കും അത് വളരെ വാസ്റ്റാണ്. ആ ഏരിയ തന്നെ വളരെ വാസ്റ്റാണ്. എവിടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. പക്ഷേ അതിനുള്ള സംവിധാനം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അന്ന് തന്നെയാണ് കളക്ടർ പറഞ്ഞത്. സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്, നേവി ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പല റഡാറുകളും ഇലക്ട്രോണിക് ഡിവൈസുകളും എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലില്ലെന്നാണ് കളക്ടർ മാഡം ഞങ്ങളോട് ഡയറക്റ്റായിട്ട് പറഞ്ഞത്. കൃത്യമായ ഒരു തിരച്ചിൽ, കാര്യക്ഷമമായ ഒരു തിരച്ചിൽ അത് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ പ്രധാന ആരോപണം. നമുക്കറിയാം, ഫിഷറീസ് മന്ത്രി ഒന്നും തന്നെ ഇവിടേക്ക് എത്തുന്നൊരു സ്ഥിതി, അപകടമുണ്ടായിട്ട് പോലും ഈ ഭാഗത്തേക്ക് എത്താത്തതിലും വലിയ അമർഷം അത് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തായാലും കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസ്താവന, ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി നടത്തിയൊരു പ്രസ്താവന എല്ലാം തന്നെ അത് മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുന്നതിന് സമമാണ് എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുടുംബമടക്കം രംഗത്ത് വരുന്നത്. അതിനെതിരെ മുഖ്യമന്ത്രി ആ പ്രസ്താവന പിൻവലിക്കണം, മാപ്പ് പറയണമെന്നൊരു ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെയാണ്. ഏതായാലും നിലവിൽ ഈ തിരച്ചിൽ കാര്യക്ഷമമാക്കണം, ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അതാ മുന്നോട്ട് സർക്കാർ അനുഭാവപൂർണ്ണമായി കേട്ട് അതിലൊരു പരിഹാരം കാണണമെന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ജോൺ ആയാലും ഷിജിൻ ആയാലും ഗൗതം ആയാലും ഇതെല്ലാം അവസാനത്തെ ഉദാഹരണമാകണമെന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഇനി ഒരു മത്സ്യത്തൊഴിലാളിക്ക് പോലും ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടാകരുത്. മാത്രമല്ല, രക്ഷാപ്രവർത്തനം അത് കൃത്യമായി നടത്തേണ്ടതുണ്ട്. തിരച്ചിലടക്കം ഊർജിതമാകണം. സർക്കാരിന്റെ സംവിധാനങ്ങളെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു പൗരന്റെ ജീവന് വേണ്ടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒരു പൗരന്റെ ജീവന് അത്തരത്തിലൊരു പരിഗണന നൽകണം എന്നുള്ളൊരു ആവശ്യം മാത്രമാണ് കുടുംബമായാലും മത്സ്യത്തൊഴിലാളികളായി മുന്നോട്ട് വെക്കുന്നത്. സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്.